ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ഒന്ന് പരിചയപ്പെടാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്ക്. ഇഫ് ഓർഡേർഡ് പെയർ ഒരു എക്സ് പ്ലസ് 1, y മൈനസ് 2 ഈസിക്കൽ ഓർഡേർഡ് പെയർ 3, 1 ആണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ. ഓക്കെ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, രണ്ട് ഓർഡേർഡ് പെയർസ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു കാര്യം, എക്സ് പ്ലസ് 1നെ നമുക്ക് ആരായിട്ട് ഇക്വേറ്റ് ചെയ്യാം? നമുക്ക് 3 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യാൻ 1ന് ഇപ്പുറത്തേക്ക് കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും therefore എക്സ് is equal to 3 minus 1 which is equal to നമുക്ക് എത്ര കിട്ടും? 2 കിട്ടും. ഓൾസോ നമുക്ക് രണ്ടാമത്തെ പാർട്ട് y മൈനസ് 2 ഈസ് ഈക്വൽ ടു എത്ര ഉള്ളത്? 1 ഉണ്ടാ. സെക്കൻഡ് എലമെൻറ്റിനെ ഇതിൻ്റെ സെക്കൻഡ് എലമെൻറ്റായിട്ട് ഇക്വേറ്റ് ചെയ്താൽ y മൈനസ് 2 ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ വെച്ചിട്ട് വൈൻ്റെ വാല്യൂ കാണാൻ പറഞ്ഞാൽ y ഈസ് ഈക്വൽ ടു മൈനസ് 2 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 1 + 2 എന്ന് കിട്ടും. യു വിൽ ഗെറ്റ് 3. സോ ദിസ് ഇസ് യുവർ ആൻസർ. അതേപോലെ അടുത്ത നിങ്ങൾ നോക്കുക. വേണ്ട, എയും ബിയും രണ്ട് സെറ്റുകൾ തന്നു. ഇത് ഇത്തരത്തിലാണ് ക്വസ്റ്റ്യനുകളൊക്കെ ചോദിക്കുക. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഈ നമ്മളോട് എ ക്രോസ് ബി കാണാൻ പറഞ്ഞു അല്ലേ? എ ക്രോസ് ബി കാണണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഐഡിയകളൊക്കെ ഉപയോഗിക്കുക. ഫസ്റ്റ് ഓർഡേർഡ് പെയറിൽ ഫസ്റ്റ് എലമെൻറ്റ് 1 ആരായിട്ട് പെയർ ചെയ്യണം? 3 ആയിട്ട് പെയർ ചെയ്യണം. പിന്നെ രണ്ടാമത്തെ പെയർ 1 ആരായിട്ട് പെയർ ചെയ്യണം? 4 ആയിട്ട് പെയർ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് 1, 3 ഫസ്റ്റ് ഓർഡേർഡ് പെയർ, സെക്കൻഡ് ഓർഡേർഡ് പെയർ 1, 4. 1 ആയിട്ട് പെയറിങ് കഴിഞ്ഞല്ലോ. ഇനി 2 ആയിട്ട് പെയർ ചെയ്തോളൂ. അപ്പോൾ 2, 3 ഫസ്റ്റ്, അടുത്തത് 2 ആയിട്ടുള്ള 2, 4. ഓക്കെ, ഇനി ഒരെണ്ണം കൂടിയുണ്ട് അല്ലേ? ഓർഡേർഡ് പെയർ 3, 3 അടുത്ത ഓർഡേർഡ് പെയർ 3, 4. ദീസ് ആർ ദ എലമെൻറ്റ്സ് ഓഫ് ദി എ ക്രോസ് ബി. സിമ്പിൾ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ ഇസ് ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു മോഡ് എക്സ്. ഇപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസിൻ്റെ ഗ്രാഫിൽ ഈ മോഡ് എക്സിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ പല രീതിയിലും പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ബുക്കിലുള്ള സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻ്റെ ഗ്രാഫിൽ സിഗ്നം ഫംഗ്ഷൻ്റെ ഗ്രാഫ്, മോഡ് എക്സിൻ്റെ ഗ്രാഫ്, എക്സ് സ്ക്വയർ റിലേറ്റ് ചെയ്ത ഫംഗ്ഷൻ്റെ ഗ്രാഫ്, അങ്ങനെ കുറച്ച് ഗ്രാഫുകൾ നമ്മൾ ബുക്കിൽ പറയുന്നുണ്ട്. ആ ഗ്രാഫുകളുടെ ഷേപ്പുകളും അതിൻ്റെ ഡൊമെയിനും റേഞ്ചുകളും കാര്യങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യണം? പഠിച്ചിട്ട് പോകണം. അപ്പോൾ എല്ലാവർക്കും അറിയാം, മോഡ് എക്സിൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ വി ഷേപ്പ് ഗ്രാഫാണ്. അപ്പോൾ ഒരാൾ ഒരു എക്സ് ആക്സ് വരച്ചു, ഒരു വൈ ആക്സ് വരച്ചു, എന്നിട്ട് ചുമ്മാ ഒരു വി ഷേപ്പ് ഗ്രാഫ് ഇങ്ങനെ വരച്ച് വെക്കുകയാണെങ്കിൽ ഇതിന് അതിൻ്റേതായ മാർക്ക് കിട്ടും. കാരണം മോഡ് എക്സിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് വി ഷേപ്പ് ഗ്രാഫാണെന്ന് എല്ലാവർക്കും അറിയാം. ഇനി ഇത് തന്നെ നമുക്ക് കുറച്ച് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യണമെങ്കിൽ എന്ന് വെച്ചാൽ നമ്മളൊരു മെഷർമെൻറ്റൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്കത് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു മോഡ് എക്സിൻ്റെ ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ നമുക്ക് സാധാരണ ഗ്രാഫ് വരയ്ക്കും പോലെ നമ്മൾ ഒരു സൊല്യൂഷൻ ടേബിൾ എന്ന് പറയാം. ഗ്രാഫ് വരയ്ക്കാൻ ആവശ്യമുള്ള ഒരു ടേബിളിൽ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യും. ഇതാണ് ഗ്രാഫ് വരയ്ക്കാൻ ആവശ്യമുള്ള ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ എക്സ് വാല്യൂസും വൈ വാല്യൂസും ഒക്കെ കണ്ടുപിടിച്ചിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം വേണ്ടത്, അപ്പോൾ ഫസ്റ്റ് വൺ ഇതാണ് നമുക്ക് എക്സ് കിടക്കുന്നത്. സോ എക്സ് വാല്യൂസ് നമുക്കിവിടെ എഴുതാം. അതേപോലെ വൈ വാല്യൂസ് നമുക്കിവിടെ എഴുതാം. സോ ദിസ് ദ എക്സ് വാല്യൂസ് ആൻഡ് വൈ വാല്യൂസ്. അപ്പോൾ നമുക്കിനി വേണ്ടത് എത്ര ആൾക്കാർ, എത്ര ടേബിൾ വേണം തീരുമാനിക്കേണ്ടത്. നമുക്ക് കുറച്ച് വാല്യൂസ് നമുക്ക് വേണ്ട ഒരു 3-4 വാല്യൂസ് ഇവിടെ എഴുതി വെക്കണം. അപ്പോൾ അതിനനുസരിച്ചുള്ള ടേബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. കുറച്ച് നമുക്ക് ആവശ്യത്തിന് ടേബിൾ കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റണം എന്നർത്ഥം അല്ലേ? അപ്പോൾ അത് എങ്ങനെ എത്ര വാല്യൂസ് എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിക്കാം ഈ മോഡ് എക്സിൻ്റെ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത്. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വൈ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, എഫ് ഓഫ് എക്സ് ആണ് ആക്ച്വലി വൈ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഗ്രാഫ് വരയ്ക്കുന്നത് വൈ ഈസ് ഇക്വൽ ടു മോഡ് എക്സിൻ്റെ ഗ്രാഫ്. വൈ ഈസ് ഇക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ് കൊടുക്കുക. അപ്പോൾ വൈ ഈസ് ഇക്വൽ ടു മോഡ് എക്സ്, അതാണ് ഈ വൈ. താഴത്ത് കണ്ട വൈ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആരാണ്? എഫ് ഓഫ് എക്സ് തന്നെയാണ് എന്ന് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്യേണ്ടത്, എക്സിന് നിങ്ങൾ ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ്, എക്സിന് ഏത് വാല്യൂ ഇൻപുട്ട് ചെയ്യുമ്പോഴാണ് ഈ വൈ വാല്യൂ 0 ആവുമെന്ന് നോക്കുക. ഓക്കെ, എക്സിന് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് വൈ വാല്യൂ 0 ആവുക. അതിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ വൈ 0 ആണ്, എക്സ് വാല്യൂ എന്താണ്? ഏതാ? എക്സിന് 0 കൊടുക്കുമ്പോഴാണ് വൈ 0 കൊടുക്കുക, വേറൊന്നുമല്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 ആണ് വൈ എന്ന് വെക്കാം. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വന്നേക്കാം. അപ്പോൾ വൈ 0 ആണെങ്കിൽ എക്സിന് ഏത് വാല്യൂ കൊടുക്കണം? 1 കൊടുക്കണം. അപ്പോൾ ഈ പറയുന്ന മുകളിലുള്ള 0ന് പകരം എന്താവും? ഇതിൻ്റെ ഗ്രാഫാണ് വരയ്ക്കുന്നതെങ്കിൽ ഇവിടെ 1 ആയിട്ട് മാറും. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത് വേണ്ടത് 0 കിട്ടി. ഇത് കിട്ടിക്കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഇനി 0ൻ്റെ മുമ്പിലുള്ള 2 വാല്യൂസ്, ഞാൻ ഇഷ്ടമുള്ള 2 വാല്യൂസ് എടുക്കുന്നു, 1, 2. 0ൻ്റെ ബാക്കിലുള്ള 2 വാല്യൂസ് ഞാൻ -1ഉം -2ഉം കൊടുക്കുന്നു. ബാക്കി അവിടെ കിടക്കട്ടെ. എന്നിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് വൈ വാല്യൂ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ എക്സിന് 0 കൊടുക്കുന്ന സമയത്ത് എക്സിന് 0 കൊടുക്കുമ്പോൾ മോഡ് 0, അത് 0 ഓൾറെഡി കിട്ടി നമുക്ക്. ഇനി എക്സിന് 1 കൊടുക്കുമ്പോൾ മോഡുലസ് ഓഫ് 1 എന്താണ്? 1. മോഡുലസ് ഓഫ് 2 എന്താണ്? 2.
എക്സിന് മൈനസ് കൊടുക്കും. മോഡുലസ് ഓഫ് -1 എന്താണ്? അത് 1 ആണ്. മോഡുലസ് ഓഫ് -2 എന്താണ്? അത് 2 ആണ്. അപ്പോൾ ഇവിടെ എത്ര ഓർഡേഡ് പെയർസ് ഉണ്ടായി? ഒരു ഓർഡേഡ് പെയർ 0 0, പിന്നെ രണ്ടാമത്തെ ഓർഡേഡ് പെയർ 1 1 കിട്ടി, പിന്നെ നമുക്ക് എത്ര കിട്ടി? 2 2 കിട്ടി. ഓക്കെ, അടുത്ത ഓർഡേഡ് പെയർ -1 1 എന്നുള്ള ഓർഡേഡ് പെയർ കിട്ടി, ആൻഡ് -2 2 എന്നുള്ള ഓർഡേഡ് പെയർ. ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇത്രയും ഓർഡേഡ് പെയേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രാഫിൽ ഇതൊക്കെ പോയിൻറ്റ്സ് ആണ്, പോയിൻ്റ് വരച്ചിട്ട് അതിനങ്ങ് ജോയിൻ ചെയ്താൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഗ്രാഫ് വരയ്ക്കാൻ ആവശ്യമുള്ള സ്കെയിലുകളൊക്കെ നിങ്ങൾ എടുക്കണം. അപ്പോൾ സ്കെയിൽ, അപ്പോൾ ഞാൻ എക്സ് ആക്സ് വരയ്ക്കാൻ പോകണം. സോ ദിസ് ഇസ് മൈ എക്സ് ആക്സസ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു വൈ ആക്സ് വരയ്ക്കുന്നു, ആൻഡ് ദിസ് ഇസ് മൈ വൈ ആക്സസ്. അപ്പോൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള മര്യാദകളൊക്കെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ വരുത്തുക. എക്സ് ആക്സ് ആൻഡ് വൈ ആക്സസ് അതൊക്കെ മാർക്ക് ചെയ്ത് വെച്ചോളാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് പോയിൻറ്റുകൾ 1 സെൻറ്റിമീറ്റർ സ്കെയിലിംഗ് കേട്ടോ. അത് കറക്റ്റ് സ്കെയിൽ ഉപയോഗിച്ച് വരച്ചോളൂ കേട്ടോ. 1 സെൻറ്റിമീറ്റർ സ്കെയിലിംഗ് നടത്തുക. എക്സ് ആക്സ് ആൻഡ് വൈ ആക്സസിലും പോസിറ്റീവ് എക്സിലും പോസിറ്റീവ് വൈയിലും 1 സെൻറ്റിമീറ്റർ സ്കെയിലിംഗ് നടത്തിക്കൊള്ളുക. അതെ, മുകളിലും താഴത്തും ഒക്കെ 1 സെൻറ്റിമീറ്റർ സ്കെയിലിംഗ് നടത്തുക. സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ 1 സെൻറ്റിമീറ്റർ 1 എടുക്കുന്നു, 2 3 4. ഓക്കെ, -1 -2 ആൻഡ് -3 and 1 2 3 positive values and -1 -2 and the negative values. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ പോയിൻറ്റുകൾ ഒന്ന് 0 0, ഇതാണ് 0 0 എന്ന പോയിൻറ്റ്. ഓക്കെ, 1 1, അപ്പോൾ x1 y1 കറക്റ്റായിട്ട് നിങ്ങൾ സ്കെയിലൊക്കെ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ വൃത്തിയായിട്ട് വരയ്ക്കാൻ പറ്റും. ആൻഡ് 2 2 x2 and y2, x2 and y2. റെഡി, x2 and y2, ദിസ് ദ പോയിൻറ്റ്. ആൻഡ് അഗെയിൻ നെഗറ്റീവിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ -1, എക്സ് -1 ആണ് സമയത്ത് വീണ്ടും y വാല്യൂ 1. സോ ദിസ് ദ പോയിൻറ്റ്. ഓക്കെ, ആൻഡ് -2 2, സേ ദിസ് ഇസ് x -2 ആൻഡ് 2. ദിസ് ഇസ് ദ 2. ഇനി വീണ്ടും നിങ്ങൾ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഈ പോയിൻറ്റ്സുകളങ്ങ് ജസ്റ്റ് ജോയിൻ ചെയ്താൽ മതി. സോ ഫസ്റ്റ് പോയിൻ്റ് ഇങ്ങനെ ജോയിൻ ചെയ്യുന്നു. ഓക്കെ, അതേപോലെ സെക്കൻഡ് പാർട്ട് ഇതേപോലെ നമുക്ക് ഈ പോയിൻറ്റുകൾ വെച്ച് ജോയിൻ ചെയ്തെടുക്കാം. ഓക്കെ, യു വിൽ ഗെറ്റ് ദ ഗ്രാഫ്. ഈ ഗ്രാഫാണ് നമുക്ക് മോഡെക്സിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. കിട്ടിയല്ലോ? ഓക്കെ, അപ്പോൾ മോഡെക്സിൻ്റെ ഗ്രാഫ് വരയ്ക്കേണ്ട രീതികളാണ് ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു വെച്ചത്. അപ്പോൾ ക്ലിയർ ചെയ്യുക. അപ്പോൾ ഒന്ന് നിങ്ങൾ ഒരു പേപ്പറും പെന്നും എടുത്ത് നിങ്ങൾ തന്നെ വരച്ച് നോക്കണം, എന്നാലേ പണി നടക്കുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന 1 2 കാര്യങ്ങൾ. അപ്പോൾ ഇതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു കളയാണേ, ശ്രദ്ധിച്ചോളാം. മോഡെക്സിൻ്റെ ഗ്രാഫ് ഞാൻ നേരത്തെ പറഞ്ഞു, f(x) മോഡെക്സിൻ്റെ ഗ്രാഫ്. അപ്പോൾ ഒന്നുകിൽ ഗ്രാഫ് ഇതാണ് ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് ഗ്രാഫ് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൻ്റെ ഷേപ്പ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പേപ്പറിലേക്കൊന്ന് വരച്ച് നോക്കുക. അപ്പോൾ f(x) മോഡെക്സ് ഇതാണ് ഫംഗ്ഷനെങ്കിൽ അതിൻ്റെ ഗ്രാഫ് ഞാൻ നേരത്തെ പറഞ്ഞു. ഗ്രാഫ് വരയ്ക്കേണ്ട സമയത്ത് ഒരു എക്സ് ആക്സ് വരയ്ക്കുക. ഓക്കെ, ഒരു വൈ ആക്സ് വരയ്ക്കുക. റെഡി, എന്നിട്ട് ഒരു വി ഷേപ്പ് ഗ്രാഫ്. ഇതാണ് വി ഷേപ്പ് ഗ്രാഫ്, 0 കൂടെ പാസ് ചെയ്യുന്ന വി ഷേപ്പ് ഗ്രാഫ് കേട്ടോ. ഒരു വി ഷേപ്പ് ഗ്രാഫ് ഇടുന്നു, വി ഷേപ്പ് ഗ്രാഫ്. ഓക്കെ, ദിസ് ഇസ് ദ ഗ്രാഫ് ഓഫ് ദി മോഡെക്സ്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ്, മോഡെക്സിൻ്റെ ഗ്രാഫ് അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി അതുമായി ബന്ധപ്പെട്ട 1 2 ചോദ്യങ്ങൾ നമുക്കവിടെ ചെയ്യാൻ പറ്റും. ഒരാൾ ചോദിക്കുകയാണ് f(x) mod x +1, mod x +1ൻ്റെ ഗ്രാഫ് എന്താണ് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറയുന്ന സാധനത്തിന് 1ലേക്ക്, ഗ്രാഫിൽ പോയിൻറ്റ്സ് ഉണ്ടല്ലോ, ആ 1ലേക്കാണ് ഷിഫ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു എക്സ് ആക്സ് ഉണ്ട്. ഓക്കെ, ഒരു വൈ ആക്സ് ഉണ്ട്. ഒരു എക്സ് ആക്സും വൈ ആക്സും ഉണ്ടെങ്കിൽ ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 1 ഉണ്ടെങ്കിൽ ഈ വി ഷേപ്പിനെ നേരെ പിടിച്ച് എന്തിലേക്ക് കൊണ്ടുപോയിടുക? 1ലേക്ക് കൊണ്ടുപോയിടുക. അപ്പോൾ അതാണ് എന്തിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്? mod x +1. അപ്പോൾ mod x -1 ഗ്രാഫ് എവിടെ വരിക? ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ തന്നിരിക്കുന്ന വി ഷേപ്പിനെ ഈ വി ഷേപ്പിനെ നേരെ അവിടെ കൊണ്ടുപോകുക, -1ലേക്ക് കൊണ്ടുവെക്കുക. അത്രയേ ഉള്ളൂ എടാ. അപ്പോൾ അത്തരത്തിൽ ഗ്രാഫുകൾ നമുക്ക് ചോദിക്കാറുണ്ട്. അതേപോലെ അടുത്തത് നമുക്ക് അറിയേണ്ട ഒരു സാധനം f(x) മോഡുലസ് ഓഫ് x +1 ആണെന്നായിരിക്കും. മോഡുലസ് ഓഫ് x +1 ആണെന്നായിരിക്കും. ദ സെയിം സെൻ ഇതേപോലെ ഇതേ ഐഡിയകൾ ഉപയോഗിക്കാം. ഒന്നുകിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഈ ടെക്നിക്കാണ് ഉപയോഗിക്കാം. ഓക്കെ, ഇതും ഈ പറയുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫും ഒരു വി ഷേപ്പ് ഗ്രാഫാണ്. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ എക്സിന് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് 0 ആവുക? -1 അല്ലേ? അപ്പോൾ ഇവിടെയാണ് -1. അപ്പോൾ ഞാൻ ആ പോയിൻ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്താം. ഇത് -1 പോയിൻ്റ് അടയാളപ്പെടുത്തിയ ശേഷം ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യാം? ഇവിടെ വെച്ചിട്ടൊരു വി ഷേപ്പ് ഗ്രാഫ് ഒന്ന് വരയ്ക്കാം. ഇവിടെ വെച്ചിട്ടൊരു വി ഷേപ്പ് ഗ്രാഫ്, ഇവിടുന്ന് ഇങ്ങോട്ടും ഇപ്പുറത്ത് ഇങ്ങോട്ടുമായിട്ടുള്ള ഇവിടെ വെച്ചിട്ട് നിങ്ങൾക്കൊരു വി ഷേപ്പ് ഗ്രാഫ് ഒന്ന് വരച്ച് കഴിഞ്ഞാൽ, സോ ദിസ് വി ഷേപ്പ് ഗ്രാഫ്, ഇത് വരച്ച് കഴിഞ്ഞാൽ ഇതാണ് mod x +1ൻ്റെ ഗ്രാഫ് എന്ന് പറയും. വേണ്ട, അപ്പോൾ ഈ mod x -1ൻ്റെ ഗ്രാഫ് എന്തായിരിക്കും വരിക? mod x -1
എഫ് ഓഫ് എക്സ് കൊണ്ട് മോഡ് എക്സ് മൈനസ് 1. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഈ തന്ന ഗ്രാഫ് നേരെ എവിടേക്ക് കൊണ്ടുവെക്കുക, 1ലേക്ക് വി ഷേപ്പ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ മോഡ് എക്സ് മൈനസ് 1ൻ്റെ ഗ്രാഫ് നമുക്ക് കിട്ടും. അപ്പോൾ അത് ജനറലി നമ്മളൊന്ന് പറഞ്ഞുള്ളൂ. അപ്പോൾ ഇതേ കളി നമുക്ക് എക്സ് സ്ക്വയറിലും കളിക്കാൻ പറ്റും കേട്ടോ, എക്സ് സ്ക്വയർ. അപ്പോൾ ഈ ടെക്നിക്ക് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ കറക്റ്റായിട്ട് വരയ്ക്കാൻ അറിയാത്ത ആൾക്കാർ ഈ ഷേപ്പെങ്കിലും ഓർത്ത് വെച്ചിട്ട് വേണം വരാൻ പറ്റും. അപ്പോൾ ഞാൻ എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ്, നമുക്ക് ഇതേ കളി നമുക്ക് എക്സ് സ്ക്വയറിൻ്റെ രീതിയിലേക്ക് കളിക്കാൻ പറ്റും, ഇതേ സാധനം എക്സ് സ്ക്വയർ. അപ്പം ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്, എഫ് ഓഫ് എക്സ് ഇക്കൽ എക്സ് സ്ക്വയർ. അപ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞൊരു എഫ് ഓഫ് എക്സ് ഇക്കൽ എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് എല്ലാവർക്കും അറിയാം, അത് ഒരു 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 പരാബോളയാണ് അല്ലേ, പരാബോളിക് ഗ്രാഫാണ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് എക്സ് സ്ക്വയറിൻ്റെ ഷേപ്പ്. ദിസ് ഇസ് ദ ഗ്രാഫ് എക്സ് സ്ക്വയർ ഷേപ്പ് ഇങ്ങനെയാണ്, പരാബോളിക്കാണ്. റെഡിയാണല്ലോ? ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഇത് വെച്ചിട്ട് മോഡ് എക്സ് സ്ക്വയർ പ്ലസ് മീൻസ് എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ പ്ലസ് 1ൻ്റെ ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ വീണ്ടും നമ്മൾ എക്സ് ആക്സ് വരയ്ക്കുന്നു, ഒരു വൈ ആക്സ് വരയ്ക്കുന്നു. ഈ തരുന്ന സ്ഥാനത്ത് പിടിച്ച് എവിടേക്ക് ഷിഫ്റ്റ് ചെയ്യുക, 1ലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ എക്സ് സ്ക്വയർ -1 ആണെങ്കിൽ ഒന്നുമില്ല, ഈ തന്ന ഗ്രാഫിനെ പിടിച്ചിട്ട് -1ലേക്ക് ഷിഫ്റ്റ് ചെയ്ത് വെച്ചാൽ എക്സ് സ്ക്വയർ -1ൻ്റെ ഗ്രാഫ് കിട്ടും. ഇനി എഫ് ഓഫ് എക്സ് ഇസിക്കൽ ടു അടുത്തത് എക്സ് -1 ഹോൾ സ്ക്വയറിൻ്റെ ഗ്രാഫാണെന്ന് വിചാരിക്കുക. അന്നത്തെ അതേ ടെക്നിക്ക്, അവർ എക്സ് ആക്സ് വരയ്ക്കുക, ഒരു വൈ ആക്സ് വരയ്ക്കുക അല്ലേ, ഈ പറയുന്ന സെയിം സാധനം. അപ്പോൾ എക്സിന് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് 0 ആവുക, ഇവിടെ എക്സ് കൊടുക്കും 1 ആണ്. അപ്പോൾ 1ലേക്ക് ഷിഫ്റ്റ് ചെയ്ത് വെക്കും. അപ്പോൾ ഞാൻ 1ലേക്ക് വെച്ചിട്ട് ഇവിടെ നിന്ന് നമുക്ക് എന്ത് കൊടുക്കാം, ഒരു പരാബോള ഇവിടെ ടച്ച് ചെയ്തുകൊണ്ട് ഒരു പരാബോള അങ്ങ് വരച്ച് കഴിഞ്ഞാൽ, സോ ദിസ് ഈസ് ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസിക്കൽ ടു എക്സ് -1 ഹോൾ സ്ക്വയർ. അപ്പോൾ ചില ചോദ്യങ്ങൾ നമുക്ക് ഈ ടെക്നിക്ക് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് കറക്റ്റ് മെഷർമെൻ്റ് എടുത്ത് വരയ്ക്കാൻ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഷേപ്പെങ്കിൽ ഒന്ന് വരച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ഒരു വാല്യൂ മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഓക്കെ. അപ്പോൾ അതാണ് ഗ്രാഫിൻ്റെ കാര്യത്തിൽ. അപ്പോൾ പഠിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾ പഠിക്കേണ്ട ഗ്രാഫുള്ളത് എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് പഠിച്ചു വയ്ക്കുക, എക്സ് ക്യൂബിൻ്റെ ഗ്രാഫ് വരച്ച് വയ്ക്കുക, ആൻഡ് എഫ് ഓഫ് എക്സ് ഇസിക്കൽ ടു എക്സ് സ്ക്വയർ ഒന്ന് വരയ്ക്കാൻ പഠിക്കുക, ആൻഡ് എഫ് ഓഫ് എക്സ് ഇസിക്കൽ ടു എക്സ് ക്യൂബിൻ്റെ ഗ്രാഫ് വരച്ച് പഠിക്കുക, എഫ് ഓഫ് എക്സ് ഇസിക്കൽ ടു മോഡ് എക്സിൻ്റെ ഗ്രാഫ് ഒന്ന് വരച്ച് പഠിക്കുക, ആൻഡ് എഫ് ഓഫ് എക്സ് ഇസിക്കൽ ടു ബോക്സ് എക്സ് ഗ്രേറ്റസ്റ്റ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരച്ച് പഠിക്കുക. അതുപോലെ സിഗ്നം ഫംഗ്ഷൻ ഈ പറയുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫുകളൊക്കെ ഒന്ന് വരച്ച് പഠിച്ച് പോകുന്നത് നല്ലതാണ്. ഓക്കെ.